CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താനുള്ള പ്രതിഷേധം എ പത്മകുമാർ തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയേറെ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്തത് ഇത് തന്നെയാണ്. വെറും 9 വർഷത്തെ അനുഭവ സമ്പത്ത് മാത്രമുള്ള വീണ ജോർജിന് ഇടം കൊടുത്തെടുത്ത് തനിക്ക് എന്തുകൊണ്ട് ഇടമില്ല എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ എത്താം. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്, നേരത്തെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇട്ടതാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ പരിശോധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘടകങ്ങളിലേക്ക് പാർട്ടി സഹാക്കളെ എടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതി കണ്ടതുകൊണ്ടാണ് അങ്ങനെ പരസ്യമായിട്ട് അപ്പോഴോ തന്നെ പ്രതികരിക്കേണ്ടി വന്നത്. അത് കുറെ വികാരപരമായി പോയെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നൊഴിയാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് CPM-നകത്ത് 75 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ 66 വയസ്സായി. ഞാൻ നേരത്തെ 9 വർഷം മുമ്പേ റിട്ടയർ ചെയ്തതായിട്ട് കരുതുന്നു, അത്രേ ഉള്ളൂ. ജോലി കിട്ടിയാൽ 56-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ, ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെങ്കിൽ, ഒരു പാർട്ടി ഘടകത്തിൽ പറയേണ്ട കാര്യം പാർട്ടി ഘടകത്തിൽ അല്ലാതെ പറഞ്ഞതിന് നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ മറ്റൊരാളാണെങ്കിൽ മറ്റൊരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ കർശനമായിട്ടുള്ള നടപടി ആവശ്യപ്പെടുകയും ചെയ്യും. വിവിധയിടങ്ങളിൽ നിന്നായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. മിഥുൻ മുരളി, പ്രജിത് മോഹനൻ, ഒപ്പം മിഥുൻ പിള്ളയും. ആദ്യം പ്രജിത്തിലേക്ക് എത്തുമ്പോൾ, പ്രജിത്ത്, വീണ ജോർജിനെതിരെ പരസ്യമായി തന്നെ വലിയ രീതിയിലുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വിവാദമായിരുന്നല്ലോ. പക്ഷേ താൻ പാർട്ടി നടപടി പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? എന്തായാലും ഒരു നടപടിക്കുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. കാരണം പത്മകുമാറിന്റെ ഈ പൊട്ടിത്തെറിയും തുറന്നു പറച്ചിലുമൊക്കെ CPM-നെ വല്ലാതെ ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പത്മകുമാറിൽ നിന്ന് തുടങ്ങിയ പൊട്ടിത്തെറിയാണ് പിന്നീട് P. ജയരാജന്റെ അനുയായികൾ വഴി, P. ജയരാജന്റെ മകൻ വഴിയൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ, തുടക്കക്കാരൻ ആയിട്ടുള്ളത് അത് പത്മകുമാറാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ ഒരു നടപടി ഉടൻ ചേരുന്ന CPM-ന്റെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിലൊക്കെ അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിൽ സംസ്ഥാന നേതാക്കളടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് കൃത്യമായ ഒരു താക്കീത് അല്ലെങ്കിൽ അതിലൊരു നടപടിയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM നേതൃത്വത്തിന്റെ ഒരു പ്രാഥമികമായ നിലപാട്. അപ്പോഴും വീണ ജോർജ് നൽകുന്ന സംരക്ഷണം എടുത്ത് പറയേണ്ടതാണ്. വീണയെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ രംഗത്ത് വന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. അവർ ചെയ്യുന്ന ജോലിയെല്ലാം, ഏൽപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മന്ത്രിയായതിനാൽ അവരെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങളാണ് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പത്മകുമാറിന്റെ ആരോപണങ്ങളോട് അല്ലെങ്കിൽ പത്മകുമാറിന്റെ വിമർശനങ്ങളോട് CPM അദ്ദേഹത്തിന് കൃത്യമായ ഒരു പരിഗണന നൽകുന്നില്ല എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും പത്മകുമാറിന് കാര്യമായൊരു പ്രസക്തി പാർട്ടിയിലില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും CPM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നൊരാൾ, CPM-ന്റെ വിവിധ ചുമതലകളിൽ നിന്നൊരാൾ, ആ സംഘടനയുമായി ബന്ധപ്പെട്ട വിവിധ പദവികൾ ലഭിച്ച ഒരാൾ, അപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പ്രാദേശിക തലത്തിലും അല്ലെങ്കിൽ ജില്ലാ തലത്തിലും ഒക്കെയുള്ള നേതാക്കളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ വീണ ജോർജിനെ അനുകൂലിക്കുന്ന വിഭാഗം അത് കൃത്യമായി അത് കരുതുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർട്ടിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ അതിനോട് കടുത്ത അതൃപ്തിയുമുണ്ട്. കാരണം വീണ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അവർക്ക് പാർലമെന്ററി പാർട്ടി രംഗത്ത് പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പാർലമെന്ററി രംഗത്ത് നിന്ന് പ്രവർത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് സംഘടനാപരമായിട്ടുള്ള വലിയ ബന്ധം CPM-മായി പറയാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് വേണമായിരുന്നു ഇത്തരമൊരു ചുമതലയിലേക്ക് വളരെ ജൂനിയർ ആയിട്ടുള്ള, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വലിയ മുതിർന്ന CPM-ന്റെ പല നേതാക്കളും തഴയപ്പെടുന്നു എന്ന വലിയ വിമർശനങ്ങൾ ഈ സംസ്ഥാന സമ്മേളനത്തോടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അത്ര താല്പര്യമില്ലാത്ത പലരെയും ഇത്തവണ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ P. ജയരാജന്റെ കാര്യമടക്കം അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലേക്ക് എത്രയോ വർഷങ്ങളായി അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായി തുടരുന്നു. 20 വർഷത്തിന് പുറത്തായി എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അത്രയധികം കാലമായി CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായി തുടരുന്ന ഒരു നേതാവിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാത്തതിന് വലിയ പ്രതിഷേധമുണ്ട്. P. ജയരാജന്റെ മകന്റെ തുറന്നു പറച്ചിലടക്കമുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ സ്വരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും എല്ലാം കൃത്യമായി ഈ വികാരം വലിയ രീതിയിൽ പാർട്ടിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതിന് തുല്യമാണ്. കാരണം ചിലർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നേതൃത്വത്തിന് താല്പര്യമുള്ള ആളുകളെ മാത്രം പാർട്ടിയുടെ പ്രധാന പദവികളിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ സജീവമാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ അതിവേഗത്തിലുള്ള വളർച്ചയടക്കം ഇക്കാര്യത്തിൽ കാണിക്കുന്ന നേതാക്കളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്കും പ്രിയമുള്ള ആളുകളെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു. CPM-ന്റെ സംഘടനാ തലത്തിൽ കൂടി അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വശത്തോടെ ഇപ്പോൾ സജീവമായി രംഗത്ത് വരുന്നുണ്ട്.
ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് പി ജയരാജനെ അവഗണിക്കുന്നതിനുള്ള വിമർശനം, മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നതിനുള്ള വിമർശനം. ഇതിന്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപമാണ് പത്മകുമാറിലൂടെ പുറത്തു വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ CPM-ന്റെ വിവിധ സംഘടനാ തലങ്ങളിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വലിയ അതൃപ്തി തന്നെ CPM-ൽ ഉരുണ്ടു കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ഈ പദവികളൊക്കെ കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് നേതാക്കളെ പരിഗണിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പല നവമാധ്യമ പോസ്റ്റുകളിലും ഉയർന്ന് കേൾക്കുന്നത്. അതിന് കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ജയരാജന്റെ കാര്യം വരുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും വലിയ ജനപ്രീതി കണ്ണൂരിലെ CPM-കാർക്കിടയിൽ ജയരാജൻ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ജയരാജന് വേണ്ടിയുള്ള വാഴ്ത്തുപാട്ടുകളും അപദാനങ്ങളും ഒക്കെ ഒരുപാട് വന്ന നാടുമാണ് കണ്ണൂർ. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ജയരാജൻ നേരിടേണ്ടി വന്നിരുന്നു. സംസ്ഥാന സമിതിയിൽ ജയരാജനെ രൂക്ഷമായ നേതാക്കൾ വിമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിനുശേഷം പിന്നീട് പക്ഷേ CPM അവരുടെ ലൈൻ മാറ്റിയെങ്കിലും ജയരാജന് മാത്രം ആ ഒരു വിലക്ക്, ഒരു തൊട്ടുകൂടായ്മ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന നിരവധി ഗാനങ്ങളും ഒക്കെ പുറത്തു വന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി തന്നെ വാഴ്ത്തുപാട്ടുകളൊക്കെ പാടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഒരു വായനശാലയിൽ കുറച്ചുപേർ ചേർന്ന് എഴുതിയ പാട്ട്, ആ പാട്ട് പിന്നീട് വൈറലൊക്കെ ആയി. അങ്ങനെ കണ്ണൂരിൽ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് CPM-കടയിൽ ആ ഗാനത്തിന് വേണ്ടി എടുത്തൊരു നടപടി, അല്ലെങ്കിൽ ആ ഗാനവുമായി ബന്ധപ്പെട്ട് ജയരാജനെതിരെ വരുന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ പിന്നീട് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ജയരാജൻ എന്നും ഒരു രണ്ടാം തരം സമീപനം ജയരാജനോട് കാണിച്ചു എന്നുള്ള വികാരവും പാർട്ടിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ സജീവമായി വരുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ പത്മകുമാർ പറയുന്ന കാര്യങ്ങൾക്കും ഒരു വശത്തുകൂടി പിന്തുണ ഏറുന്നുണ്ട്. ദേവിക. ശരി, പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ചിലരെ ഉൾക്കൊള്ളുകയും ചിലരെ തള്ളുകയും ചെയ്യുന്ന സമയത്തും സംസ്ഥാന സമിതിയിൽ വീണ ജോർജിന്റെ സാന്നിധ്യമാണ് ഏറെ പേരെയും ചൊടിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വീണ ജോർജ് അത്ര വലിയൊരു ഫിഗറായി, അതായത് സ്റ്റാർ ഫിഗറായി മാറാൻ പൊളിറ്റിക്സിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ പോലും പല ഭാഗത്തു നിന്നും വരുന്ന ഒരു സാഹചര്യമുണ്ട്. വെറും 9 വർഷത്തെ പ്രവർത്തന പരിചയം മാത്രമാണ് വീണ ജോർജിനുള്ളതെന്നും ഒരു പാർലമെന്ററികാര്യ പ്രവർത്തനമല്ലാതെ സംഘടനാപരമായി എന്ത് പ്രവർത്തന മികവാണ് വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് എത്തുന്നത് എന്നും കൃത്യമായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല പി ജയരാജന്റെ മകനടക്കം ഈ ഒരു കാര്യത്തിൽ രംഗത്ത് വന്നിരുന്നു. വീണ ജോർജ് അത്രത്തോളം പത്തനംതിട്ടയിലുള്ള പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു ഘട്ടം കൂടിയായി ഇത് മാറിയിട്ടുണ്ടല്ലേ? ദേവിക, ഇത് തന്നെയാണ് പത്മകുമാറും ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രം പരിചയ സമ്പത്തുള്ള, ആ രീതിയിൽ CPM-ലേക്ക് എത്തിയ, സംഘടനാ പ്രവർത്തന പരിചയം ഇല്ലാത്ത ഒരാളെ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുള്ള പരസ്യമായ അതൃപ്തിയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. മാത്രവുമല്ല, അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറയുന്നുണ്ട്, ഇത് തന്റെ മാത്രം നിലപാടല്ല, തനിക്ക് മാത്രമല്ല ഈ കാര്യത്തിൽ പ്രതിഷേധമുള്ളത്. വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ പല ആളുകൾക്കും പ്രതിഷേധമുണ്ട്, പരസ്യ പ്രതിഷേധമുണ്ട്. അവർ അത് നിലപാട് അറിയിക്കാത്തതാണ്. താൻ മാത്രം അതിൽ ഒരു പരസ്യ നിലപാടുമായിട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നുള്ളത് മാത്രമാണ്. താൻ കൂടാതെ തന്നെ ഒട്ടനവധി പ്രവർത്തകർക്കും ഈ ആളുകൾക്കും ഈ വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധം പ്രകടമാക്കണം എന്നുള്ള നിലപാടാണ് ഉള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിലാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഇടഞ്ഞു നിന്നത്. ഇത്രയും പ്രവർത്തന പരിചയമുള്ള, സംഘടനാ പ്രവർത്തന പരിചയമുള്ള തന്നെ ഒഴിവാക്കിക്കൊണ്ട് വീണ ജോർജിനെ കേവലം പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തന പരിചയം മാത്രമുള്ള, കേവലം മാസങ്ങളുടെ പരിചയം മാത്രമുള്ള വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുള്ള അതൃപ്തി അദ്ദേഹം അറിയിച്ചപ്പോൾ ഇത് പൂർണ്ണമായും തള്ളുകയാണ് രാജു എബ്രഹാം. വീണ ജോർജിന്റെ പ്രശംസയാണ് രാജു എബ്രഹാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തെറ്റില്ല എന്നുള്ള നിലപാട് ഈ രാജു എബ്രഹാം സ്വീകരിക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രാജു എബ്രഹാം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മന്ത്രി എന്ന ഉത്തരവാദിത്വം വീണ ജോർജ് ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നു, ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി നിർവഹിക്കുന്നു, മന്ത്രിപരമായിട്ടുള്ള മന്ത്രിതല കാര്യങ്ങൾ അത് അവർ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം ഈ രാജു എബ്രഹാം നടത്തിയത്. അപ്പോഴും ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പാർലമെന്ററി പ്രവർത്തന പരിചയം മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടാണല്ലോ വീണ ജോർജിനെ ഈ പ്രത്യേക ക്ഷണിതാവാക്കിയത്, ഇത് തന്നെയല്ലേ പത്മകുമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ രാജു എബ്രഹാം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മറുപടി പറയുന്നത്, പാർട്ടി പരിപാടികൾ ഉൾപ്പെടെ വീണ ജോർജ് പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം ഈ രാജു എബ്രഹാം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് തന്നെ രാജു എബ്രഹാം ഈ പത്മകുമാറുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. എന്തുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായിട്ടുള്ള പ്രതിഷേധം നടത്തിയത് എന്ന് അറിയില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ പരിശോധിക്കും. ജില്ലാ കമ്മിറ്റി ഈ കാര്യങ്ങൾ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പാർട്ടി ഘടകം ഈ കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തും എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ പരസ്യമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായി, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. അതിനുശേഷം വിശദീകരിച്ച് തന്നെ പാർട്ടിക്ക്
മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള പാർട്ടി നിലപാടുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ സാധാരണഗതിയിൽ സംഘടനാപരമായിട്ട് വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള ആളുകളെ ഓരോ ഘട്ടങ്ങളിലും തെരഞ്ഞെടുക്കുമ്പോൾ, ഓരോ ഘടകങ്ങളിലേക്കും തെരഞ്ഞെടുക്കുമ്പോൾ ഇത്തവണ മാത്രം ആ രീതി ഉണ്ടായില്ല. പ്രത്യേക താല്പര്യമുള്ള ആളുകളെ പ്രത്യേക തലത്തിൽ ആളുകൾക്ക് ഓരോ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായുള്ള ആളുകളെ ഈ ഘടകങ്ങളിലേക്ക് തെരഞ്ഞെടുത്തതിനെയാണ് താൻ വിമർശിച്ചത് എന്ന് എ പത്മകുമാർ പറയുമ്പോൾ വികാരപരമായാണ് ആ പ്രതികരണം ഉണ്ടായത് എന്ന് പറയുമ്പോൾ 66 വയസ്സിൽ 75 വയസ്സിൽ പാർട്ടിയിൽ നിന്നും റിട്ടയർ ആകുന്ന സമയമാണെങ്കിൽ 9 വർഷം മുൻപേ താൻ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് റിട്ടയർ ആയി എന്ന് കരുതിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കഴിയാത്ത സാഹചര്യം, ഒപ്പം തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ ഈ കാര്യമായിട്ടുള്ള രീതിയിലുള്ള മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം പല നേതാക്കളും മുൻപോട്ട് വന്ന് അവരുടെ അതൃപ്തി അറിയിക്കുമ്പോഴും ഇതിലേറെ ശ്രദ്ധേയമായത് പി ജയരാജന്റെ മകൻ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. ജെയിൻ രാജിന്റെ പോസ്റ്റ്, എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ജെയിൻ രാജും രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരം കടുത്ത പ്രതിഷേധങ്ങൾ അടക്കം പറഞ്ഞിരുന്നവരെല്ലാം ഇപ്പോൾ പരസ്യമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ നേതൃത്വം ശരിക്കും പ്രതിരോധത്തിൽ തന്നെ ആവുകയാണല്ലേ? തീർച്ചയായും ദേവിക, ഈ 27 വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളാണ് CPM നേതാവ് പി ജയരാജൻ. ഇത്തവണയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജനെ ഉൾപ്പെടുത്തുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 70 വയസ്സുള്ള പി ജയരാജന് അടുത്ത സമ്മേളനകാലമാകുമ്പോഴേക്കും 75 വയസ്സ് കഴിയും. അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു സാധ്യത, അതായത് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താനൊരു സാധ്യത പി ജയരാജനെ സംബന്ധിച്ചില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പി ജയരാജന്റെ മകനായ ജെയിൻ രാജ് തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരമൊരു സ്റ്റാറ്റസ് ഇടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടത്. പി ജയരാജനെ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ ഒരു പ്രതിഷേധം തന്നെയാണ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് പുറപ്പെടുവിച്ചെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും നേതാക്കന്മാർക്കിടയിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതൃപ്തി പുകയുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ പോലും ഇതൊരു അതൃപ്തി പുകയുന്നുണ്ട് എന്നതിന്റെ സൂചന തന്നെയായിട്ട് വേണം സ്വന്തം മകന്റെ ഭാഗത്തു പോലും ഉണ്ടായ ഇത്തരം ഒരു പരസ്യ പ്രതികരണം ദേവിക.